നമസ്കാരം. ടി20 ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട വിജയത്തിന് പിന്നിലെ 3 പ്രധാനപ്പെട്ട നെടും തൂണുകളെ വിശേഷിപ്പിച്ചുകൊണ്ടും ഇവർ ആരൊക്കെയാണെന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാപ്റ്റനായ രോഹിത് ശർമ്മ. സിയറ്റ് ക്രിക്കറ്റ് പുരസ്കാരദാന ചടങ്ങിനെത്തിയപ്പോഴാണ് ലോകകപ്പ് നേട്ടത്തിന്റെ ക്രെഡിറ്റിന് ഏറ്റവും അധികം അർഹതയുള്ള 3 പേർ ആരൊക്കെയെന്ന് ഹിറ്റ്മാൻ ചൂണ്ടിക്കാട്ടിയത്. തന്റെ പേരോ അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള മറ്റൊരു സീനിയർ താരമായ കോഹ്ലിയുടെ പേരോ ഹിറ്റ്മാൻ ചൂണ്ടിക്കാണിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത 3 പേരുകളാണ് രോഹിത് ശർമ്മ പറഞ്ഞത് എന്ന് പറയാം. ICC ട്രോഫിക്കായുള്ള 11 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തവണ ടി20 ലോകകപ്പിൽ ഇന്ത്യ ടീം മുത്തമിട്ടത്. അതിന്റെ സന്തോഷം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. മാത്രമല്ല 2007 ശേഷം ആദ്യത്തെ ടി20 ലോകകപ്പ് വിജയവുമായിരുന്നു ഇത് എന്ന് വിശേഷിപ്പിക്കാം. ICC ടൂർണമെന്റിൽ ഇന്ത്യയെ നേതാക്കളാക്കിയ 3ാമത്തെ ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടം കൂടി രോഹിത്തിന് സ്വന്തമായിട്ടുണ്ട്. മുൻ ഇതിഹാസ ഓൾറൗണ്ടർ കപിൽ ദേവ്, മുൻ ഇതിഹാസ വിക്കറ്റ് കീപ്പർ MS ധോണി ഇതുപോലെ എന്നിവർക്കൊക്കെ മാത്രമേ ഇത് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 1983 കപിലിന് കീഴിലാണ് ഇന്ത്യ ആദ്യമായി ഏകദിന ലോകകപ്പ് ഉയർത്തിയതെന്ന് ഇപ്പോഴും എല്ലാ ഇന്ത്യക്കാരും രോമാഞ്ചത്തോടെ ഓർത്തിരിക്കുന്നു. ധോണിക്ക് കീഴിൽ പിന്നീട് 2007 ടി20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും 2013 ചാമ്പ്യൻസ് ട്രോഫി എന്നിവയും തന്നെ ഇന്ത്യ കൈക്കലാക്കിയിരുന്നു. പടിയിറങ്ങിയ മുൻ മുഖ്യ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ്, BCCI സെക്രട്ടറി ജയ്ഷാ, മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ എന്നീ 3 പേരാണ് ടി20 ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലെന്ന് രോഹിത് പറഞ്ഞു. ഈ ടീമിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തിരിക്കുകയാണെന്നും എന്റെ സ്വപ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിഗത നേട്ടം, മത്സരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് തന്നെ കൂടുതലായി ചിന്തിക്കാതെ കളിക്കാർക്ക് വളരെ സ്വതന്ത്രരായി പെർഫോം ചെയ്യാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഉറപ്പുവരുത്താനാണ് ശ്രമിച്ചത്. അതായിരുന്നു ആവശ്യമെന്നും രോഹിത് വ്യക്തമാക്കി. എന്റെ 3 തൂണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് കിട്ടിയതെന്ന് പറയാം. ജയ്ഷാ, രാഹുൽ ദ്രാവിഡ്, സെലക്ടർ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ തന്നെ എന്നിവരായിരുന്നു ഇത്. ഞാൻ ചെയ്തിരുന്നത് എന്താണോ അത് തുടരുകയാണ് എന്ന് ചെയ്യുന്നതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണെന്നും അതോടൊപ്പം വ്യത്യസ്ത സമയങ്ങളിൽ ടീമിലേക്ക് വരികയും ഈ നേട്ടത്തിന് വേണ്ടിയും സഹായിക്കുകയും ചെയ്ത കളിക്കാരെ മറക്കാനും പാടില്ല എന്നും രോഹിത് വിശദമാക്കി. വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിൽ നടന്ന ത്രില്ലിംഗ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ കീഴടക്കിയായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം. അതുപോലെ 2021 UAEയിൽ നടന്ന ടി20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം സെമി ഫൈനൽ പോലും കാണാതെ പുറത്തായ ശേഷം വിരാട് കോഹ്ലി നായകസ്ഥാനം ഒഴിഞ്ഞതോടെയാണ് രോഹിത്തിന് സ്ഥിരം ക്യാപ്റ്റൻസി ലഭിച്ചതെന്നും പറയേണ്ട കാര്യമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുന്ന് 3 ഫോർമാറ്റുകളിലും അദ്ദേഹം സ്ഥിരം നായകനാവുകയും ചെയ്തു. 2022 ഓസ്ട്രേലിയ വേദിയായ ടി20 ലോകകപ്പായിരുന്നു രോഹിത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ ICC ടൂർണമെന്റ്. അന്ന് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിന് ഇന്ത്യ അന്ന് തോൽക്കുകയുമായിരുന്നു. കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം UAEയിൽ വെച്ച് ഏഷ്യ കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കാൻ രോഹിത്തിന് സാധിച്ചു. പക്ഷേ പിന്നാലെ നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ കപ്പിനരികെ ഇന്ത്യക്ക് കാലിടറുകയായിരുന്നുവെന്ന് എല്ലാവരും കണ്ടു. ഒരു കളി പോലും തോൽക്കാതെ മുന്നേറിയ ഇന്ത്യ ടീം ഫൈനൽ ഓസ്ട്രേലിയയിൽ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഈ തിരിച്ചടികൾക്ക് ശേഷമാണ് ടി20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം കാത്തിരുന്നത് ആ മുഹൂർത്തം എത്തിയത്.